ഹലോ ഡിയർ. അപ്പോൾ മക്കളെ, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം അല്ലേ, ഇപ്പം വലിയ സംഖ്യകളൊക്കെ വരുന്ന സമയത്ത്, വലിയ നമ്പേഴ്സൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 നമ്പേഴ്സ് ഗുണിക്കാൻ പോവാണ്, മൾട്ടിപ്പിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ 2638 ഇൻറ്റു 213 എന്ന് കാണുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു 3-നെ നമ്മൾ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇൻറ്റു ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 3-നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 3-നെ ആദ്യം 3 × 8 24. അപ്പോൾ ആ 24-ലെ ലാസ്റ്റത്തെ 4 മാത്രമേ നമ്മളിവിടെ ഇടുന്നുള്ളൂ. ഓക്കെ. 2-നെ നമ്മൾ ശിഷ്ടമായിട്ട് അല്ലെങ്കിൽ റിമൈൻഡറായിട്ട് ഇതാ മുകളിൽ 3-ൻ്റെ അടുത്താണ് നമ്മൾ അടുത്തത് 3-നെയാണ് ഇൻറ്റു ചെയ്യാനുള്ളത്. അപ്പോൾ 3-ൻ്റെ അടുത്താണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ 3-നെ വീണ്ടും 3 കൊണ്ടാണ് ഇൻറ്റു ചെയ്യാൻ പോകുന്നത്. 3 3 9. ആ 9-ൻ്റെ കൂടെ ഈ ഒരു റിമൈൻഡർ, ഈ ഒരു ശിഷ്ടം നമ്മൾ കൂട്ടണം. ഓക്കെ. അപ്പോൾ 9 + 2 11. അവിടെയും 2 അക്കങ്ങൾ വരുന്നത് കാരണം, 2 ഡിജിറ്റ് വരുന്ന കാരണം ലാസ്റ്റത്തെ ഡിജിറ്റ് 1-നെ അവിടെ നിർത്തിയിട്ട് അടുത്ത 1-നെ അടുത്ത ആളടുത്തേക്കാണ് എഴുതുന്നത്. ഓക്കെ. ഇനി നമ്മൾ 3-നെ തന്നെ വീണ്ടും 6 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. 3 6 18. 18-ൻ്റെ കൂടെ ആരെ കൂട്ടണം, ആരെ ആഡ് ചെയ്യണം, 1-ന്. അപ്പോൾ 19 അല്ലേ. അതിൽ 9-നെ മാത്രം എഴുതി 1-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഓക്കെ. ഇനി നമ്മൾ 3-നെ വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. 2 3 6. 6-ൻ്റെ കൂടെ ആരെ കൂട്ടി, 1 7 അല്ലേ. അപ്പോൾ ഒരൊക്കെ ഉള്ളെങ്കിലും 2 ഒക്കെ ഉള്ളെങ്കിലും ഇനി ബാക്കിയുള്ളത് ഇവിടെ വേറെ വരുന്നത് ഇല്ല. 2-ൻ്റെ പുറത്തേക്ക് ഒന്നും ഇല്ലാത്ത കാരണം മൊത്തം ഇവിടെ എഴുതാം. ഓക്കെ. ഇവിടെ 7 എഴുതി. കഴിഞ്ഞില്ല അല്ലേ. ഇവിടെ 3 കൊണ്ട് മാത്രമേ നമ്മൾ ഇൻറ്റു ചെയ്തിട്ടുള്ളൂ. 1 കൊണ്ട് ചെയ്യണം, 2 കൊണ്ട് ചെയ്യണം. 1 കൊണ്ട് ഇതെല്ലാത്തിനും ഇതേപോലെ തന്നെ ഇൻറ്റു ചെയ്യണം. 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേ സംഖ്യനെ വരിക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1 × 8 8 അല്ലേ. 1 × 3 3. സെയിം നമ്പേഴ്സ്. 6 2 1. പക്ഷേ ഇത് എഴുതേണ്ടത് ഇവിടെ 4-ൻ്റെ താഴെ നമ്മൾ എഴുതാൻ പാടില്ല. അവിടെ 0 ആണ്. ഓക്കെ. അവിടെ നിന്ന് തൊട്ട് മുന്നേറ്റാണ് നമ്മൾ എഴുതേണ്ടത്. ഇതേപോലെ ഇനി അടുത്തത് 2 കൊണ്ടാണ് ഇൻറ്റു ചെയ്യാനുള്ളത്. അത് എഴുതേണ്ടത് എവിടെയാണ്, അതിനെയും തൊട്ട് മുന്നേ. അതായത് ഇവിടെയും 0 ഇവിടെയും 0 വന്ന് ഇപ്പുറത്താണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ 2 × 8 2 8 16 അതിൽ 6 മാത്രം ഇവിടെ എഴുതാണ്. ബാക്കി 2-ന് നമ്മൾ എന്ത് ചെയ്യണം, 3-ൻ്റെ മേലെയായിട്ട് ചെയ്യണം, ശിഷ്ടം ചെയ്യണം അല്ലേ. ഇത് ഓൾറെഡി ആദ്യത്താണ്. അപ്പോൾ അടുത്തത് 2 1 അല്ലല്ലേ 16. 2 8 16-ൽ 6 എഴുതി, 1 ഇവിടെ എഴുതി. ഓക്കെ. ഇനി 2 × 3 2 3 6. 6-ൻ്റെ കൂടെ ഈ 1-നെ കൂട്ടി. അപ്പോൾ 7. ഓക്കെ. ഇനി 2 6 12. 12-ൽ 2 ഇവിടെ എഴുതി, 1 ശിഷ്ടം ഇവിടെ എഴുതി. ഓക്കെ. ഇനി 2 2 4. 4-ൻ്റെ കൂടെ 1 കൂടെ കൂട്ടി 5. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഗുണിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 3 കൂടെ പ്ലസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. 4 8 1 9. ഇവിടെ 6 3 9 9 9 18 8. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്ലസ് ചെയ്യുമ്പോൾ നമ്മൾ ശിഷ്ടം റിമൈൻഡർ ഇവിടെ എഴുതൂല്ലേ, ആഡ് കൂട്ടും. ഓക്കെ. അപ്പോൾ 7 7 14. 14 7 21. 21-ൻ്റെ 1 ഇവിടെ എഴുതി, 2 ഇവിടെ എഴുതി. 2 2 4 2 6 5. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം ചെയ്യുന്നത്.